നമസ്കാരം സുഹൃത്തുക്കളെ, കറണ്ട് അഫയേഴ്സ് ജൂൺ മാസത്തിലെ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്ക് ജൂൺ മാസത്തെ കറണ്ട് അഫയേഴ്സ് പറയുമ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് പത്രവാർത്തകളാണ് കേട്ടോ. പത്രത്തിൽ നിന്നും സെലക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. 3 ക്ലാസ്സുകൾ കൊണ്ട് എന്ത് ചെയ്യും, ജൂൺ മാസത്തിലെ കറണ്ട് അഫയർ കംപ്ലീറ്റ് ആക്കി തരും കേട്ടോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്, വെറുതെ വാരി വലിച്ച് പഠിച്ചിട്ട് പോകുന്നില്ല. 3 ക്ലാസ് വരുമ്പോൾ കുറച്ച് ടൈമേ ഉള്ളൂ 3 ക്ലാസ്സിൽ കേട്ടോ. നോക്കാം. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ പുതിയ അധ്യയന വർഷ പ്രവേശനോത്സവ ആശയം എന്തായിരുന്നു? പാഠം 1 പുതുയുഗ വിദ്യാലയം എന്നായിരുന്നു. അപ്പൊ നമുക്കറിയാം ജൂൺ 1-നാണ് സ്കൂൾ തുറക്കുന്നത് അല്ലെ. ആ സ്കൂൾ തുറന്ന ദിവസം പുതിയ അധ്യയന വർഷത്തെ പ്രവേശനോത്സവ ആശയം എന്ത് ചോദിച്ചാൽ പാഠം 1 പുതുയുഗ വിദ്യാലയം. 2026-27 പ്രവേശനോത്സവ ചടങ്ങിൽ വിദ്യാർത്ഥികൾ ചൊല്ലുന്ന പ്രതിജ്ഞ ഏത്? സൈബർ പ്രതിജ്ഞയാണ്. സൈബർ പ്രതിജ്ഞയാണ് 2026-27 പ്രവേശനോത്സവ ചടങ്ങിൽ വിദ്യാർത്ഥികൾ ചൊല്ലുന്ന പ്രതിജ്ഞ സൈബർ പ്രതിജ്ഞ. കേരളത്തിലെ നിലവിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ പേര് എന്ത്? എൻ ഷംസുദ്ദീനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ പേര്. ശങ്കുർ ഓപ്പൺ ബാഡ്മിന്റൺ ജേതാക്കൾ ആരാണ്? സാത്വിക് ചിരാഗ് സഖ്യമാണ് ശങ്കുർ ഓപ്പൺ ബാഡ്മിന്റൺ ജേതാക്കൾ. സാത്വിക് ചിരാഗ് സഖ്യം. 2026 IPL ക്രിക്കറ്റ് കിരീടം നിലനിർത്തിയ ടീം ബാംഗ്ലൂരു റോയൽ ചാലഞ്ചേഴ്സ് ആണ്. 2026 IPL ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം IPL കിരീടം ബാംഗ്ലൂർ റോയൽ ചാലഞ്ചേഴ്സ് ആണ്. മിലിറ്ററി നഴ്സിംഗ് സർവീസിൽ അഡീഷണൽ ഡയറക്ടർ ജനറലായി ചുമതലയേറ്റ മലയാളി ആരാണ്? മലയാളി ആയതുകൊണ്ടാണ് ഇവിടെ ഇമ്പോർട്ടന്റ്. മിലിറ്ററി നഴ്സിംഗ് സർവീസിൽ അഡീഷണൽ ഡയറക്ടർ ജനറലായിട്ട് ചുമതലയേറ്റ മലയാളി മേജർ ജനറൽ റേച്ചൽ തോമസ്. മേജർ ജനറൽ റേച്ചൽ തോമസ് ആണ് മലയാളിയായിട്ട് ചുമതലയേറ്റത്. പാവപ്പെട്ട കുട്ടികളെ ആരോഗ്യമുള്ള ജീവിതത്തിലേക്ക് നയിക്കുന്ന പ്രൊജക്ട് സൂര്യ പദ്ധതിയിലൂടെ ഫോബ്സ് പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യക്കാരി ആരാണ്? പാവപ്പെട്ട കുട്ടികളെ ആരോഗ്യമുള്ള ജീവിതത്തിലേക്ക് നയിക്കുന്ന, അപ്പൊ അങ്ങനത്തെ ഒരു പദ്ധതിയുടെ പേര് എന്തെന്ന് ചോദിച്ചാലും അത് ശ്രദ്ധിക്കണം. പ്രൊജക്ട് സൂര്യ എന്നാണ്. ആ പദ്ധതിയിലൂടെ ഫോബ്സ് പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യക്കാരി ആരാണ്? ദിവ്യ ഉത്കർഷ. 17 വയസ്സുകാരിയായ ദിവ്യ ഉത്കർഷ. ലഹരി മരുന്നിനെതിരെ സംസ്ഥാന വ്യാപകമായി സർക്കാർ നടപ്പിലാക്കുന്ന യജ്ഞം ഏതാണ്? തൂഫാൻ ദി നാർക്കോ ഹണ്ട്. ലഹരി മരുന്നിനെതിരെ സംസ്ഥാന വ്യാപകമായി സർക്കാർ നടപ്പിലാക്കുന്ന യജ്ഞം തൂഫാൻ ദി നാർക്കോ ഹണ്ട് കേട്ടോ. സൈബർ ലോകത്തെ ചതിക്കുഴികളെ കുറിച്ച് വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയുടെ പേര് കിഡ്സ് ഗ്ലൗ എന്നാണ്. സൈബർ ലോകത്തെ ചതിക്കുഴികളെ കുറിച്ച് വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയുടെ പേര് കിഡ്സ് ഗ്ലൗ. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യമായി 3 രാജ്യങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന 2026 ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നടക്കുന്നത് എന്നാണ്? നടന്നത് ജൂൺ 11-ാം തീയതിയാണ്. 3 ആതിഥേയ രാജ്യങ്ങളില് ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അമേരിക്ക, കാനഡ, മെക്സിക്കോ അല്ലെ, അങ്ങനെ 3 രാജ്യങ്ങൾ സംയുക്തമായിട്ട് ആതിഥേയത്വം വഹിച്ച 2026 ഫിഫ ലോകകപ്പിന്റെ ഉദ്ഘാടനം നടന്നത് ജൂൺ 11. ഫിഫ ലോകകപ്പ് സ്ക്വാഡിൽ ഇടനേടുന്ന മലയാളി, വെരി ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോ. ഫിഫ ലോകകപ്പ് സ്ക്വാഡിൽ ഇടനേടുന്ന മലയാളിയാണ് തഹസിൻ മുഹമ്മദ്. ഫിഫ ലോകകപ്പിൽ സ്ക്വാഡ് ഉണ്ടാവുമല്ലോ, ആ സ്ക്വാഡിൽ ഇടനേടിയ മലയാളിയാണ് തഹസിൻ മുഹമ്മദ്. കർണാടകയുടെ പുതിയ മുഖ്യമന്ത്രി എന്താണ്? ആരാണ്? ദൊഡലഹള്ളി കെമ്പഗൌഡ ശിവകുമാർ ആണ്. കർണാടകയുടെ പുതിയ മുഖ്യമന്ത്രിയുടെ പൂർണ്ണ പേര് ദൊഡലഹള്ളി കെമ്പഗൌഡ ശിവകുമാർ. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ KO ആയിഷ ഭായി. കേരളത്തിലെ ആദ്യത്തെ വനിത, ആദ്യത്തെയാണ് കേട്ടോ, ആദ്യമായിട്ടാണ് ഒരു വനിത ഡെപ്യൂട്ടി സ്പീക്കർ ആകുന്നത്. KO ആയിഷ ഭായി, കേരളത്തിലെ ആദ്യത്തെ വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ KO ആയിഷ ഭായി. സുപ്രീം കോടതിയിൽ അനുവദനീയമായ പരമാവധി ജഡ്ജിമാരുടെ എണ്ണം എത്രയാണ്? 38 ആണ് കേട്ടോ. സുപ്രീം കോടതിയിൽ അനുവദനീയമായ പരമാവധി ജഡ്ജിമാരുടെ എണ്ണം 38.
നിലവിലെ US വിദേശകാര്യ സെക്രട്ടറി ആരാണ്? നിലവിലെ US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ. മാർക്കോ റൂബിയോ ആണ് നിലവിലെ US വിദേശകാര്യ സെക്രട്ടറി. ലോക സൈക്കിൾ ദിനാചരണം എന്നാണ്? ജൂൺ 3 ആണ് സൈക്കിൾ ദിനാചരണം. കൃഷി പൊതുവിദ്യാഭ്യാസ വകുപ്പുകൾ നടപ്പാക്കുന്ന കാർഷിക ക്ലബ്ബ് പദ്ധതിയുടെ പേര് എന്താണ്? കൃഷി പൊതുവിദ്യാഭ്യാസ വകുപ്പുകൾ നടപ്പാക്കുന്ന കാർഷിക ക്ലബ്ബ് പദ്ധതിയുടെ പേര് കതിർ ആണ്. കതിർ. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുടെ പരിസരം ഹരിതാഭമാക്കുന്ന പദ്ധതിയുടെ പേര് ദേവാരണ്യം. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുടെ പരിസരം ഹരിതാഭമാക്കുന്ന പദ്ധതിയുടെ പേര് ദേവാരണ്യം. അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനായിട്ട് 85% വരെ പെട്രോളിൽ ചേർത്ത് ഉപയോഗിക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകുന്ന ജൈവ ഉൽപ്പന്നം ഏതാണ്? വെരി ഇമ്പോർട്ടന്റ്. അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാൻ പെട്രോളിൽ ഏത് ചേർക്കണം? 85% വരെ ചേർക്കാമെന്നാണ് കേന്ദ്ര ഗവൺമെന്റ് അനുമതി കൊടുക്കുന്നത്. എഥനോൾ ആണ് കേട്ടോ. എഥനോൾ 85% വരെ ചേർത്തിട്ട്. പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യയിലെ നഗരം അഹമ്മദാബാദ്. ആദ്യത്തെയാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഒരു ലോകത്ത് എന്ത് ചെയ്യുന്ന ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് വേദി ഇന്ത്യയിലെ നഗരമാണ് അഹമ്മദാബാദ്. 2026 ജൂൺ 5 ലോക പരിസ്ഥിതി ദിന സന്ദേശം എന്താണ്? പ്രകൃതിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കായിട്ട് നമ്മുടെ ഭാവിക്കായി. പ്രകൃതിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കായി നമ്മുടെ ഭാവിക്കായിട്ട് 2026 ജൂൺ 5 ലോക പരിസ്ഥിതി ദിന സന്ദേശം. 2026 ലോക പരിസ്ഥിതി ദിനത്തിന് കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയായ കതിരിന്റെ പൂർണ്ണ രൂപം എന്താണ്? കേരള അഗ്രികൾച്ചറൽ ടെക്നോളജി ഹെറിറ്റേജ് ആൻഡ് ഇന്നോവേഷൻ ഫോർ റൂറൽ അണ്ടർസ്റ്റാൻഡിംഗ് എന്നാണ്. അപ്പൊ 2026 ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തിന് കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് കതിര്. അതിന്റെ പൂർണ്ണ രൂപമാണ് കേരള അഗ്രികൾച്ചറൽ ടെക്നോളജി ഹെറിറ്റേജ് ആൻഡ് ഇന്നോവേഷൻ ഫോർ റൂറൽ അണ്ടർസ്റ്റാൻഡിംഗ്. പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനിലെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ പുതിയ സസ്യം ഏതാണ്? പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനിലെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ പുതിയ സസ്യം ഹംബോൾട്ടിയ നൈരിയാന. പ്രൊഫസർ GM നായരുടെ സംഭാവനകളെ ആദരിച്ചിട്ടാണ് നൈരിയാന എന്ന പേര് ഇട്ടത്. ഹംബോൾട്ടിയ നൈരിയാന. പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനിലെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ പുതിയ സസ്യമാണ് ഹംബോൾട്ടിയ നൈരിയാന. പെട്രോളിലോ എഥനോളിലോ അല്ലെങ്കിൽ ഇവ രണ്ടിന്റെയും മിശ്രിതത്തിലെ ഒരേപോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന തരത്തിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള വാഹനങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഫ്ലക്സ് ഫ്യൂവൽ വാഹനങ്ങൾ എന്നാണ്. പെട്രോളിലോ എഥനോളിലോ അല്ലെങ്കിൽ ഇവ രണ്ടിന്റെയും മിശ്രിതത്തിലോ ഒരുപോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന തരത്തിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള വാഹനം. പിന്നെ എഥനോളിനടക്കം എന്ത് ചെയ്യാം? വാഹനങ്ങൾ പ്രവർത്തിക്കാം എന്നാണ് പറയുന്നത്. പെട്രോളിലും ഓടും എഥനോളിലും ഓടും. ആ വാഹനങ്ങളുടെ പേരാണ് ഫ്ലക്സ് ഫ്യൂവൽ വാഹനം. 2026 നോർവേ ചെസ് ടൂർണമെന്റ് ഫൈനലിൽ കടന്ന ഇന്ത്യൻ യുവ ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? പ്രജ്ഞാനന്ദയാണ്. 2026 നോർവേ ചെസ് ടൂർണമെന്റ് ഫൈനലില് കടന്ന ഇന്ത്യൻ യുവ ഗ്രാൻഡ് മാസ്റ്റർ പ്രജ്ഞാനന്ദ. 2008 മുതൽ ജൂൺ 8 ഐക്യരാഷ്ട്ര സംഘടന ലോകമെമ്പാടും ഏത് ദിനമായിട്ടാണ് ആചരിച്ചു വരുന്നത്? ജൂൺ 8 പ്രത്യേകത ലോക സമുദ്ര ദിനം. ലോക സമുദ്ര ദിനം 2008 മുതൽ ജൂൺ 8 എന്താണ്? 2008 മുതലാണ് കേട്ടോ. ജൂൺ 8 അത് നമുക്ക് കണക്ട് ചെയ്യാം അല്ലെ? ജൂൺ 8 2008 ഐക്യരാഷ്ട്ര സംഘടന സമുദ്ര ദിനമായിട്ട് ലോക സമുദ്ര ദിനമായിട്ട് ആചരിച്ചു വരുന്നു. മലിനമായ ജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്ന ഷിഗല്ല രോഗബാധയ്ക്ക് കാരണമാകുന്ന സൂക്ഷ്മമാണ് ഏത് വിഭാഗത്തിൽ പെടുന്നു? ഷിഗല്ല ബാക്ടീരിയ വിഭാഗമാണ് കേട്ടോ. മലിനജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്നതാണ് ഷിഗല്ല ബാക്ടീരിയ. മലയാളത്തിന്റെ പ്രിയതാരം സലീം കുമാറിന് മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2010 നേടിക്കൊടുത്ത സിനിമ ആദാമിന്റെ മകൻ അബു ആണ്. 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ ഔദ്യോഗിക പന്തിന്റെ പേര് ട്രിയോണ്ട എന്നാണ്. വെരി ഇമ്പോർട്ടന്റ് ആണ്. 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ ഔദ്യോഗിക പന്തിന്റെ പേര് ട്രിയോണ്ട. 2026 ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷന്മാരുടെ സിംഗിൾ കിരീടം നേടിയത് ആരാണ്? 2026 ഫ്രഞ്ച് ഓപ്പണില് പുരുഷന്മാരുടെ വിഭാഗത്തിൽ സിംഗിൾ കിരീടം നേടിയത് ഫ്രഞ്ച് ഓപ്പൺ ആണ്. ഫ്രഞ്ച് ഓപ്പൺ ആണ്. ജർമ്മൻ താരം അലക്സാണ്ടർ സ്വരേവ് ആണ്. ഫ്രഞ്ച് ഓപ്പൺ സിംഗിൾ കിരീടം. ഫ്രഞ്ച് ഓപ്പൺ അലക്സാണ്ടർ സ്വരേവ്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറായിട്ട് നിയമിതനായത് സ്നേഹിൽ കുമാർ സിംഗ് ആണ്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറായിട്ട് നിയമിതനായത് സ്നേഹിൽ കുമാർ സിംഗ് ആണ്. 150-ാം വാർഷികം ആഘോഷിക്കുന്ന
ദി അഡ്വഞ്ചേഴ്സ് ഓഫ് ടോം സോയർ എന്ന വിഖ്യാത കൃതി രചിച്ചത് മാർക്ക് ട്വെയിൻ ആണ്. 150-ാം വാർഷികം ആഘോഷിക്കുന്ന ദി അഡ്വഞ്ചേഴ്സ് ഓഫ് ടോം സോയർ എന്ന വിഖ്യാത കൃതി രചിച്ചത് മാർക്ക് ട്വെയിൻ ആണ്. 10 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾക്കായിട്ട് കേന്ദ്ര ഗവൺമെന്റ് പോസ്റ്റ് ഓഫീസ് വഴി നടപ്പിലാക്കുന്ന ജനപ്രിയ സമ്പാദ്യ പദ്ധതി ഏതാണ്? സുകന്യ സമൃദ്ധി യോജന. സുകന്യ സമൃദ്ധി യോജനയാണ് 10 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾക്കായിട്ട് കേന്ദ്ര ഗവൺമെന്റ് പോസ്റ്റ് ഓഫീസ് വഴി നടപ്പിലാക്കുന്നതാണ് ജനപ്രിയ സമ്പാദ്യ പദ്ധതി അല്ലെ. ഏതാണ്? സുകന്യ സമൃദ്ധി യോജനയാണ് കേട്ടോ. ജനപ്രിയ സമ്പാദ്യ പദ്ധതിയാണ് സുകന്യ സമൃദ്ധി യോജന. ഏത് വഴിയാണ്? പോസ്റ്റ് ഓഫീസ് വഴിയാണ്. ഇനി 16-ാം കേരള നിയമസഭയുടെ സ്പീക്കർ ആരാണ്? തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. ഓക്കെ അല്ലോ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. പേപ്പർ കട്ടിംഗ് ആണ് കേട്ടോ. പേപ്പറിൽ വന്നിട്ടുള്ള ന്യൂസുകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, ക്ലാസ്സിലൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതേപോലെ നിങ്ങൾക്ക് VFAക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് GK വിഭാഗം വർക്കൗട്ട് തുടങ്ങിയിട്ടുണ്ട്. GK വിഭാഗത്തിന്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തു. ഇംഗ്ലീഷ് വിഭാഗം ക്ലാസ് ചെയ്തു. ക്ലാസ് ഒക്കെ സെപ്പറേറ്റ് ഉണ്ട് കേട്ടോ. മലയാളം ക്ലാസ് ഉണ്ട്, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ഉണ്ട് കേട്ടോ. ഈ 4 സെക്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവുക. GK വിഭാഗം എന്ന് പറയുമ്പോൾ അത് 60 മാർക്ക് GK വിഭാഗത്തിൽ കിട്ടും. പിന്നെ അല്ല 60 അല്ലേ, 50 മാർക്ക് അല്ലേ. 50 മാർക്ക് ഇംഗ്ലീഷിൽ, 10 മാർക്ക് മലയാളത്തിൽ, 10 മാർക്ക് ഓക്കെ കറണ്ട് അഫയേഴ്സ്, അങ്ങനെ കേട്ടോ. അപ്പൊ എത്ര മാർക്കായി? അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മാത്സ് ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം കേട്ടോ തരാൻ നോക്കാം. മാക്സിമം ഇത് മാത്സ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇത്രയും മാർക്കിനുള്ളത് കറണ്ട് അഫെയർ ഓക്കെ ഇതിനൊക്കെ കൂടിയിട്ട് 50, 60, 70, 80 മാർക്ക് കേട്ടോ. സോറി, കറണ്ട് അഫെയർ 20 മാർക്ക് അല്ലേ? 20 മാർക്കാണ് കറണ്ട് അഫയേഴ്സിനുള്ളത് അല്ലേ. അപ്പൊ അങ്ങനെ 90 മാർക്കിനുള്ളത് നമ്മൾ ക്ലാസ്സുകൾ കൊണ്ടുപോകും കേട്ടോ. തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, താഴെ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ഈ ക്ലാസ്സുകൾ കാണാത്തവരൊക്കെ ഒപ്പം കണ്ടുവരിക കേട്ടോ. താങ്ക് യു.